വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം കുട്ടികളും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് ഈ വർഷം എനിക്ക് കാഴ്ചവെക്കാൻ പറ്റണം. ഓണം എക്സാമിനാണെങ്കിലും ക്രിസ്മസ് എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ ഞാൻ ഈ വർഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, എനിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് മുതലേ എനിക്ക് പഠിച്ചു തുടങ്ങണമെന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ഡിസിഷൻസും ഒക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങളൊരു പുതിയ വർഷത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ. പക്ഷെ പല ആൾക്കാരും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പം മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കാരണങ്ങൾ മൂലം നിങ്ങളുടെ ആ ഒരു എഫേർട്ട് എടുക്കുന്നതാണെങ്കിലും പഠനമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് റിയാലിറ്റി ചെക്ക് തന്നെയായിരുന്നു. ഞാൻ ഉഴപ്പിയത് കൊണ്ടാണോ എനിക്ക് മാർക്ക് കിട്ടാതെ പോയത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേണിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ചേഞ്ചുകൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ക്രിസ്മസ് എക്സാം എങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റണം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ആ ഇംപ്രൂവ്മെൻറ്റ് എനിക്ക് കാണിക്കണം. ഇപ്പോൾ എക്സാം പാറ്റേൺ മാറി എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല അല്ലേ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക, ഏത് ചാപ്റ്ററിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എക്സാം ഓറിയൻറ്റഡ് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് കിട്ടുക, ഈ ഓരോ ടോപ്പിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇതിലത്തെ ഈ മുക്കും മൂലയും വിടാതെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ കൺഫ്യൂഷൻ ആണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ഒരാൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചുകളുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ ഓരോ ബാച്ചിലും എല്ലാ വർഷവും ജോയിൻ ചെയ്തിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. സോ നിങ്ങൾക്കും പലപ്പോഴും ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം, അപ്പോൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലിയോടുകൂടെ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ. ചിലപ്പോൾ ബാച്ചിൻ്റെ ഫീസ് കൂടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങളായിരിക്കാം. അപ്പോൾ ചെറിയൊരു ഫീസ് ആണെങ്കിൽ പോലും അതും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ ദീപാവലി വരെയാണല്ലേ. അപ്പോൾ ഈ ഒരു ദീപാവലിക്ക് ഒരുപാട് കുട്ടികൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും സെലിബ്രേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ വിജയദശമി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഫർ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ വർഷവും ഇപ്പോൾ നമ്മുടെ ദീപാവലി വരാൻ വേണ്ടി പോവാണ്. സോ ഒരു ദിവാലി ഓഫറോട് കൂടെ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഇതായി താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ നമ്മുടെ സൃഷ്ടി ബാച്ചിലെ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 2000 rupees ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാച്ചിലേക്ക്, അതായത് നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവാലി ഓഫറായിട്ട് 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് മുഴുവൻ മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയി ഈ വർഷം മുഴുവൻ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഓഫർ ഉറപ്പായിട്ടും നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ദീപാവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫറും തീരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ഈ ക്രിസ്മസ് എക്സാമിന് വാങ്ങിയെടുക്കാൻ പറ്റും എന്ന ഉറപ്പ് എക്സാമിനറിനുണ്ട്. സോ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇതേ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഹാപ്പി ദിവാലി.